ഇത് റഫ എന്ന് പറയുന്ന സ്ഥലമാണ്. റഫ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഇന്നലെ രാത്രി പിന്നെ ഇവിടെ വന്ന് കിടന്നുറങ്ങി. വീണ്ടും വണ്ടി എടുക്കുകയാണ് രാവിലെ. ഇനി ഇവിടുന്ന് വണ്ടി എടുക്കുക. ഈ പെട്രോൾ പമ്പൊക്കെ ഇവിടെ ചെറിയൊരു പെട്രോൾ പമ്പാണ്. പിന്നെ പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേന് ചെല്ലുമെന്ന് വിചാരിക്കുന്നു. ഇന്നലെ പിന്നെ നമ്മളൊരു 750 കിലോമീറ്റർ ഓടി കേട്ടോ. ദമാമിൽ നിന്ന് റാഫ വരെ 750 കിലോമീറ്റർ ഓടി. പിന്നെ ഉറക്കം വന്നു. ഒരു 9:30-10 മണി ആയപ്പോഴത്തേന് വണ്ടി നമ്മൾ ഒതുക്കി. പിന്നെ ഉറങ്ങി. രാവിലെ ഇപ്പം എത്രയായി സമയം? രാവിലെ ഇപ്പോൾ 7 മണി കഴിഞ്ഞു. വീണ്ടും വണ്ടി എടുത്തു. കൂടുതലും ഇങ്ങനത്തുള്ള 2 ട്രാക്കേ ഉള്ളു കേട്ടോ. റോഡ് 2 വരി പാതയാണ്. ഇനി ഇവിടുന്ന് 320 കിലോമീറ്റർ ഉണ്ട്. ഇന്നലെ പിന്നെ മഴ ഉണ്ടായിരുന്നു. ചില ചാറ്റ മഴ ഉണ്ടായിരുന്നു ഇന്നലെ കേട്ടോ. വണ്ടി ഞാൻ ദമാമിൽ നല്ലോണം ക്ലീൻ ചെയ്തുകൊണ്ട് കൊണ്ടുവന്നേ. എല്ലാം വീണ്ടും എല്ലാം അഴുക്കായി. ഇവിടെ ചെറിയ മഴ പെയ്ത് കഴിഞ്ഞാൽ തന്നെ മൊത്തത്തിൽ വണ്ടി മൊത്തം ചെളിയാവും കേട്ടോ. ഇന്ന് പിന്നെ നേരം വെളുത്തു, പക്ഷേ മഴക്കോളം ഉള്ളതുപോലെ തോന്നുന്നു. മഴ പെയ്യായിരിക്കും. ഈ റൂട്ടിലോടുന്ന മച്ചന്മാരൊക്കെ ഉണ്ടോ എൻ്റെ വീഡിയോ കാണുന്നത്? ഈ റഫ, അതുപോലെ ആറാറ്, അൽ-ഖറിയാത്ത്, അൽ-ഖുറിയാത്ത്. ഈ സ്ഥലത്തിൻ്റെ ഒന്നും പേര് ശരിയായിട്ട് വായിക്കാനും പറയാനും ചിലപ്പോൾ പറ്റത്തില്ല കേട്ടോ, ക്ഷമിക്കണം. നമ്മൾ പോകുന്ന അൽ-ഖുറിയാത്താണ്. ഓക്കെ. അപ്പോൾ ഇവിടെയൊക്കെ ഉള്ളവർ ഈ റൂട്ടിലൊക്കെ ഓടുന്നവരൊന്ന് കമൻ്റ് ഇടാൻ മറക്കല്ലേ. കൂടുതലും ഇവിടെ ഇങ്ങനെയുള്ള ഫ്രീസർ വണ്ടികൾ ഇന്നലെ മുതൽ ഞാൻ കാണുന്നത്. കാര്യം ഈ റൂട്ടിലൊക്കെ യോർദാനൊക്കെ പോകുന്നേ ഈ വഴിയാണല്ലോ. കൂടുതലും വെളിവണ്ടികളാണ് വരുന്നത് ഇതിലെ കൂടെ. പിന്നെ കാറ്റില്ല കേട്ടോ. ഇന്നലെയും കാറ്റ് ഇല്ലായിരുന്നു. ഇന്ന് ചെറിയ കാറ്റേ ഉള്ളു. ഇന്നലെ നമുക്ക് കാറ്റില്ലായിരുന്നു. ചെറിയ മഴകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാറ്റ് വന്നാലും പ്രശ്നങ്ങളാണ്. കാര്യം പിന്നെ നമുക്കറിയാമല്ലോ, ഈ കർട്ടൻ വണ്ടി ഓടിക്കുമ്പോഴേ സിത്താര, നമ്മളതിനെ പർദാ വണ്ടി എന്നൊക്കെ പറയാം, അല്ല കർട്ടൻ വണ്ടി എന്ന് പറയും. അപ്പോൾ അതിൽ കാറ്റ് പിടിക്കുമ്പോൾ വണ്ടി അങ്ങോട്ട് നീങ്ങത്തില്ല. ഡീസൽ ചിലവും കൂടുതലായിരിക്കും. അപ്പോൾ ഇന്നും കാറ്റൊന്നുമില്ല, കുഴപ്പമില്ല. ഇങ്ങനെ ഫ്രീ ആയിട്ട് പോവുകയാണ്. ഒരു കുഴപ്പമില്ല. സ്പീഡ് നമുക്ക് 80 സ്പീഡുണ്ട് കേട്ടോ. 80 സ്പീഡുണ്ട്. ഇനി എനിക്ക് ഒരു 700 കിലോമീറ്റർ ഉണ്ട്. എങ്ങനായാലും ഒരു 8-9 മണിക്കൂർ എടുക്കും കേട്ടോ. വൈകിട്ടാകും ഇന്ന് എത്തുമ്പോൾ. 9 മണിക്കൂർ യാത്രയുണ്ട്. രാവിലെ ഞാൻ ഈ 2 റൊട്ടി കഴിച്ചു കേട്ടോ, കുപ്പൂസും. പിന്നെ മിനിഞ്ഞാന്ന് രാത്രി വെച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു. അതിന് ഉച്ചയ്ക്കൂടെ പോകും. ഒരു നേരം ഇവിടെ കഴിക്കാൻ പറ്റും. അപ്പോൾ രാവിലെ അത് ചിക്കനും 2 കുപ്പൂസും അടിച്ചു. അപ്പോൾ കൂട്ടുകാരെ, ആയിക്കോട്ടെ. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. നന്ദി, നമസ്കാരം.